ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അദ്ദൂസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഒരുപാട് നാളായില്ലേ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല ഇടാനും. ഒരുപാട് ഇതിനകത്തുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നേന്ന് തുടങ്ങാമെന്ന് വിചാരിച്ച്. ഇത് 2-3 ദിവസത്തിന് മുമ്പേ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്. അങ്ങനെ ടൈം കിട്ടിയില്ല. അപ്പം ഞാനിപ്പം ഇതൊരു ഡേ ഔട്ട് വീഡിയോ ആണ്. ഞങ്ങൾ വെറുതെ വീട്ടിൽ ഇരുന്നപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് എന്നാൽ പിന്നെ നമുക്ക് പുറത്ത് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇത് പ്രോപ്പർ ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിൽ ഡെർബിഷെയർ എന്ന് പറയുന്ന പ്ലേസിലാണ് ഞാൻ നിൽക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഈ മോളിൻ്റെ ഫ്രണ്ടിൽ കൂടി. അപ്പം ഞങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പം നമ്മൾ ദൂരെ നിന്ന് വരുമ്പോഴാണ് ഈ മോള് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഇതിനകത്തൊന്ന് കയറാമെന്ന്. അങ്ങനെ കയറിയതാ. നല്ല രസമുണ്ട് എല്ലാം കാണാനും എടുക്കാനും എല്ലാം. ഈ നടന്നു പോകുന്നതാണ് എൻ്റെ ഫ്രണ്ട്സ്. സുചിത്രേച്ചി, ശ്രുതി, ഷാക്കിറ, ഇവരൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സുകൾ. ഞങ്ങളിപ്പോൾ ഒരു മാർക്ക് ആൻഡ് സ്പെൻസർ എന്ന് പറയുന്നൊരു ഡ്രസ്സിൻ്റെ ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ട് എല്ലാം നോക്കി വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. കുറേയൊക്കെ ഞാൻ വീഡിയോ അങ്ങ് വിട്ടുപോകും എടുക്കാൻ. കുറേയൊക്കെ ഞാൻ ഓർക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ഇറങ്ങാറാകുമ്പോഴായിരിക്കും ഞാൻ ഓർത്തിട്ട് പെട്ടെന്ന് എടുക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ കട, മാർക്സ് ആൻഡ് സ്പെൻസർ. എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും. അത് കഴിഞ്ഞ് ഞങ്ങളൊരു പാർക്കിലിറങ്ങി. ഇതാണ് എൻ്റെ വീട്ടിൻ്റെ അടുത്ത്. ഇവിടെ ഓരോ ഏരിയയിലും ഓരോ പാർക്ക് വീതം വെച്ചുണ്ട്. ഈ ഏരിയ നിറയെ. ഇവിടെ ഏറ്റവും കൂടുതൽ വന്നതിൽ ഞാൻ കണ്ട ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ കൂടുതലും ഈ മരങ്ങളാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ നമ്മളെ നാട്ടിലുള്ള ചെറിയ ചെറിയ പോച്ചകൾ വരെയാണ് ഇവിടെ ചെടികളായിട്ട് നിർത്തിയിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ്. നാട്ടിൽ ആർക്കും വേണ്ടാത്ത നമ്മൾ ചവിട്ടി തേക്കുന്ന ചെറിയ പോച്ചകളൊക്കെ ഇവിടെ വലിയ പൂക്കളായിട്ടൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇവിടുത്തെ റോസാപ്പൂ നാട്ടിലെ 2 മടങ്ങുണ്ട്. അത്രയ്ക്കുണ്ട്. കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാവോ. സൂപ്പർ. എല്ലാ വീട്ടിലും പോകുന്ന റോഡിൻ്റെ സൈഡിലും എല്ലാം നല്ല നല്ല കളറിലെ റോസാപ്പൂ. എനിക്ക് ഈ പൂക്കൾ കാണുമ്പോൾ പിച്ചാൻ തോന്നും, പക്ഷെ പിച്ചി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര സീനാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഫ്ലവേഴ്സിനും പെറ്റ്സിനുമാണ് കൊടുക്കുന്നത്. ഇവിടെ പെട്ടെന്ന് മഴയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോവുകയാണ്. ഒരു റീൽസൊക്കെ എടുത്തു. അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതനുസരിച്ച് വീഡിയോസും ചെയ്യാം. ടാറ്റാ.